നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. പിണറായി തന്നെ ആയിരിക്കുമോ? തെരഞ്ഞെടുപ്പിനെ പിണറായി നേരിടുമോ എന്നത് കേരളം ഒട്ടാകെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? അത് എനിക്ക് തോന്നുന്നു 80 വയസ്സ് പിണറായി വിജയനാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 80 വയസ്സാവുന്നതോടുകൂടി റിട്ടയർമെന്റിലേക്ക് പോകും എന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു മനസ്സിലാക്കൽ. കാരണം അനാരോഗ്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ഘട്ടത്തിൽ ആ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നല്ല പരിണതപ്രജ്ഞനായ മന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ ബലത്തിൽ തന്നെയാണ് അന്ന് രണ്ടാമതൊരു ഭരണം കൂടി പിണറായി വിജയന് ഏറ്റെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ പിണറായി വിജയന് അത് വിജയകരമായി കൊണ്ടുപോകാൻ രണ്ടാം ഘട്ടത്തിലേക്ക് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഒക്കെ ഉണ്ടായിട്ടും രക്ഷപ്പെടാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ്. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ഈഗോ കുറച്ച് വർക്കൗട്ട് ചെയ്തു തോന്നുന്നു. മാത്രമല്ല, മരുമോനെ അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം ചില മാനദണ്ഡങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. പരിണതപ്രജ്ഞരായ മന്ത്രിമാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തലമുറയിലെ ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് മരുമോനെ അടക്കം രംഗത്ത് കൊണ്ടുവരുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ആ വകുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ പ്രശ്നത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും ആദ്യ സമയത്തും അതിനുശേഷവും ഒക്കെ ഉണ്ടായ എല്ലാ വിവാദങ്ങളും അദ്ദേഹത്തെ വല്ലാതെ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന ഒരു പിണറായിയുടെ ഇമേജ് ഇന്ന് പാർട്ടിക്കുള്ളിൽ പോലും ഇല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ മറ്റൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഭരണമില്ല, മറ്റു ഓപ്ഷനുകളൊന്നുമില്ല. ഭരണമുള്ള ഏക സംസ്ഥാനങ്ങളുടെ രീതിയിൽ കേരളമാണ്. വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത് ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടായിട്ട് പോലും ഒരു ഭരണത്തിലേക്ക് പോകാൻ കഴിയുന്നു. ഒരു തുടർ ഭരണം കിട്ടുക എന്നുള്ളത് വലിയ കാര്യമായിരുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടൊക്കെ പിണറായിക്ക് എതിർവാ പറയാൻ പബ്ലിക്കായി പറയാൻ ആരുമില്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മരുമോനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ, മരുമോനെ പല രീതിയിലും ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്ക് MP രാജേഷുമായി ഒരു പ്രശ്നമുണ്ടായി. റോഡിന്റെ ഇനാഗുറേഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പടം വെക്കാതെ പോസ്റ്റർ അടിച്ചത്. ആ പരിപാടിയിൽ നിന്ന് പിണറായി പിന്മാറേണ്ടി വന്നു. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പിണറായിക്ക്. കാരണം MP രാജേഷ് അടക്കമുള്ളവർ പരാതി പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി വിവാദങ്ങൾ മകളുമായി ബന്ധപ്പെട്ടുണ്ടായ ഇപ്പോഴത്തെ എക്സാലോജിക് CMR കേസ്, അപ്പോൾ മകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, സ്വപ്നയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളിലായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹം വലിയ പ്രതിസന്ധിയിൽ തന്നെയാണുള്ളത്. അതിന്റെ കൂടെ അദ്ദേഹത്തിന് അനാരോഗ്യം, രണ്ടാം ഘട്ടത്തിൽ ചികിത്സയ്ക്ക് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അനാരോഗ്യം കൂടി ഉള്ളത് കൊണ്ട് അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാണ് അതായത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, രാജിവെക്കാനല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അച്യുതാനന്ദൻ 82 വയസ്സായപ്പോഴാണ് സത്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ആയിട്ടുള്ളത്. അച്യുതാനന്ദൻ 82-ാം വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഇനിയും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാമെന്നൊക്കെ ചിന്തിക്കുന്നവരും രാഷ്ട്രീയത്തിലുണ്ട്. പിണറായിയെ അനുകൂലിക്കുന്നവരുടെ പക്ഷം അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം അദ്ദേഹത്തിന് ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, അല്ലെങ്കിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന തീരുമാനം എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. അത് മാത്രമല്ല, 2014 അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോ മുഖ്യമന്ത്രിയായതിനു ശേഷം 2021 അദ്ദേഹത്തിന് തുടർഭരണം കിട്ടി. അതൊരു വലിയ ചരിത്രം തന്നെയായിരുന്നു. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഗത്ഭരായ മന്ത്രിമാരായിരുന്ന സുധാകരനെയും അതുപോലെ തന്നെ തോമസ് ഐസക്കിനെയും പോലുള്ളവരെയൊക്കെ മാറ്റി പിന്നീട് പൊതുമരാമത്ത് റിയാസിനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് വലിയ രീതിയിൽ ഗുണം ചെയ്തില്ല. കാരണം സുധാകരനെ പോലെ ഒരാൾ ഇരുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ കഴിയും, മുഹമ്മദ് റിയാസിന്റെ റീൽസ് എടുക്കൽ മാത്രമാണ് പണി. കേന്ദ്രത്തിന്റെ പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റി റീൽസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത് നമുക്കറിയാം. അടുത്തത് രണ്ടാം ഭരണത്തിൽ ഒഴിവാക്കിയതിൽ തോമസ് ഐസക് ഉണ്ട്. തോമസ് ഐസക്കിന് പകരം ബാലഗോപാൽ വന്നതോടുകൂടി എന്തൊക്കെ സംഭവിച്ചു, ഖജനാവിന് എന്തൊക്കെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുന്നു. ഏറ്റവും പ്രഗത്ഭയായ മന്ത്രിയായിരുന്ന KK ശൈലജയെ ഒഴിവാക്കിക്കൊണ്ട് ആരോഗ്യരംഗത്ത് സത്യം പറഞ്ഞാൽ ശൈലജ ടീച്ചറിനെ കേരളം മൊത്തം ഏറ്റെടുക്കുകയായിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ ടീച്ചർ എന്ന് പറഞ്ഞത് കേരളം മൊത്തം ഏറ്റെടുത്ത ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ, വീണയെ സംബന്ധിച്ച് പുറത്തു വരുന്ന ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരോഗ്യരംഗവും വമ്പൻ പരാജയത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ടൂറിസം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, ആരോഗ്യരംഗം, അതുപോലെ ആരോഗ്യ വകുപ്പ്, അതുപോലെ തന്നെ ധനകാര്യം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ വകുപ്പുകൾ. ഇനി പോലീസിന്റെ കാര്യത്തിലാണെങ്കിൽ പിണറായി വിജയൻ തന്നെ കൈയാളുന്ന, ആഭ്യന്തരമാണെങ്കിൽ പറയാനുമില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള. സ്ത്രീ സുരക്ഷ അടക്കം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട്. ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ലഹരി മരുന്നുകളുടെ വ്യാപകമായ വ്യാപനം, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾ, സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിലേറെ പരാജയമാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടെ വന്ന ഒരു മന്ത്രിയാണ് സജി ചെറിയാൻ.
കഴിഞ്ഞ ദിവസം പലരും സിനിമാ രംഗത്തു നിന്നുള്ള പലരും പറയുന്നത് കേട്ടു, ഈ സാംസ്കാരിക വകുപ്പ് സത്യത്തിൽ എം പി രാജേഷിനെ വല്ലതും ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. സജി ചെറിയാനെ പോലുള്ള ഒരാളെ ഏൽപ്പിച്ചു കൊടുത്തതാണ് പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല വകുപ്പുകളും ഒരു കൃത്യമായ രീതിയിൽ നൽകാതെ, ഇപ്പൊ നമുക്കറിയാം നേരത്തെ ഉണ്ട് എൻ ഷംസീറൊക്കെ എവിടെ പോയി എന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ അടിച്ചൊതുക്കി അവരെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് പിണറായി വിജയൻ മരുമകന് വേണ്ടിയാണ് ഇത്രയും ത്യാഗം ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്നറിയില്ല. ഏതായാലും മരുമകൻ മന്ത്രി ആക്റ്റീവായാണ് അദ്ദേഹത്തിനെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറി പറ്റാനുള്ള സാധ്യതയുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് തോന്നുന്നു. ഏതായാലും പിന്നീട് അദ്ദേഹം ഒരു നവകേരള സദസ് ഉണ്ടാക്കി. നവകേരള സദസ് ഉയർത്തെടുപ്പിനുള്ള ഒരു സാധ്യതയായിരുന്നു. അത് പൊളിഞ്ഞ് പാളീസായി. നമ്മൾ ഓരോ ഘട്ടത്തിലും ഇതൊക്കെ കണ്ടതാണ്. ഈ മുഖ്യമന്ത്രിയുടെ PR ആക്ടിവിറ്റീസ് ഒന്നും ഗുണം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ, കഴിഞ്ഞ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ലീഡ് ചെയ്തിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികൾ തോറ്റിട്ടുണ്ട്. അദ്ദേഹം പല ഘട്ടങ്ങളിലും പിണറായി വിജയനെയാണല്ലോ ഇവർക്ക് ഉയർത്തിക്കാണിക്കാനുള്ള ഏക ഐക്കൺ. ഇപ്പോ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ഇന്ത്യയിൽ ഒട്ടാകെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാവരും കൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം എല്ലാ സ്ഥാനാർത്ഥിയെയും കൈപിടിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതേ മോഡൽ ആവർത്തിച്ചുകൊണ്ട്. പക്ഷെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ ആകെ 2 പേർ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. മറ്റാരും വിജയിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 26, ഏതായാലും പാർലമെന്റും ലോക്സഭയും നിയമസഭയുമായി നടന്ന ഉപതെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പുമായി നടന്ന 26ഓളം തെരഞ്ഞെടുപ്പുകളിൽ 24ഓളം സ്ഥാനാർത്ഥികൾ, അദ്ദേഹം കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾ, കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന സ്ഥാനാർത്ഥികൾ തോറ്റു. ഉമാ തോമസ്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ വമ്പൻ ഭൂരിപക്ഷത്തിൽ, നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയാക്കി. അവസാനം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സ്വരാജ് പോലും തോറ്റു. പക്ഷെ സ്വരാജ് തോക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം മരുമകൻ മന്ത്രിയേക്കാൾ മുകളിലെ കാര്യം വരരുതെന്ന് അദ്ദേഹത്തിന് ചിന്തയുള്ളത് കൊണ്ട് സ്വരാജ് തോക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ആഗ്രഹവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അത് അദ്ദേഹം കാണിച്ചില്ലെങ്കിൽ പോലും ഏതാണ്ട് 26ഓളം തെരഞ്ഞെടുപ്പുകൾ അതിനുശേഷം നടന്നിട്ടുണ്ട്. അതായത് ലോക്സഭയിലെ 20 സീറ്റുകളും പിന്നീട് ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സീറ്റിലെല്ലാം അദ്ദേഹം പോയി എല്ലായിടത്തും. ആകെ രാധാകൃഷ്ണൻ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൊടുക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു എന്നാണ്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വീണ്ടും അദ്ദേഹം കൈപിടിച്ച് അദ്ദേഹം പ്രചരണത്തിനുണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വീണ്ടും കൈപിടിച്ചുയർത്തുന്ന സ്ഥാനാർത്ഥികളുടെ അവസ്ഥ എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുക തന്നെയാണ് എല്ലാവരും. കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായി മുന്നോട്ട് പോയത്. പക്ഷേ ശശി തരൂരിനെയൊക്കെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ മത്സരിച്ച കോൺഗ്രസിന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് വേറെ ഏതെങ്കിലും രീതിയിലായാൽ വീണ്ടും ഒരു കോയിലീഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് BJPക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിർണായകമായ ചില സീറ്റുകൾ BJPക്കും ലഭിക്കാം. അങ്ങനെ വന്നാൽ എങ്ങനെയാവും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്താൻ കഴിയുന്നില്ല. കുറച്ചുകൂടി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുമ്പോൾ ഒരു അല്പം കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വ്യക്തമായ ഒരു കാര്യം പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ ഭരണവിരുദ്ധ വികാരം പിണറായി വിജയനോടുള്ള എതിർപ്പുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഒരു സംശയം കൂടെ, പിണറായി വിജയൻ അല്ല എങ്കിൽ CPM-നെ ഉയർത്തിക്കാട്ടാവുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? യഥാർത്ഥത്തിൽ P ജയരാജനൊക്കെ ഉയർത്തിക്കാട്ടാവുന്ന സ്ഥാനാർത്ഥി ആയിരുന്നു. പക്ഷെ P ജയരാജനുണ്ടായിരുന്നു, സുധാകരൻ ഉണ്ടായിരുന്നു, അങ്ങനത്തെ സ്ഥാനാർത്ഥികളൊക്കെ എന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പോ അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ പറയാൻ KK ശൈലജ ഉണ്ടായിരുന്നു. പക്ഷെ KK ശൈലജ ഗൗരിയമ്മയെ പോലും പരിഗണിച്ചിട്ടില്ല. നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ജനങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ഒരു ഇമേജ് സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് KK ശൈലജ. ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് എന്താണ്? എത്ര വനിതകളെയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയിട്ടുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, K രാധാകൃഷ്ണനായിരുന്നു സ്പീക്കറായിരുന്ന. K രാധാകൃഷ്ണൻ ആയിരുന്നു യഥാർത്ഥത്തിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായിരുന്ന ഒരാൾ. അദ്ദേഹത്തെ MP ആക്കി മത്സരിപ്പിച്ച് അയച്ചതിന്റെ പിന്നിലും മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള താല്പര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതയും അടച്ചുകൊണ്ടാണ് ഇപ്പോ പിണറായി വിജയൻ മരുമകന് വേണ്ടി നിലകൊള്ളുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.